ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. കുറേ നാൾക്കാട്ടോ ഷൂട്ട് ചെയ്യുന്നത്, ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്താ പറയുക, വീട് ഫുൾ സെറ്റാവാതെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് ഒന്ന് കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. കിച്ചൺ ഫുൾ നമുക്കൊന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. പല്ല് തേച്ചു, മുഖം കഴുകി വന്നിരുന്നു. ക്ലൈമറ്റിൻ്റെ അതൊന്ന് ചുണ്ട് നല്ല ഡ്രൈ ആവുന്നുണ്ട്. നമുക്ക് ചായക്ക് കുടിച്ചിട്ടൊന്ന് വാസലിനിടാം. ഓക്കെ. പിന്നെ എനിക്ക് മറ്റേ സൺലൈറ്റിൻ്റെ അലർജി ഉണ്ടാകും കേട്ടോ കയ്യിൽ. സൺലൈറ്റിൻ്റെ അത് മാറി. എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് മാറി. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിരിക്കും ഇത്. എനിക്കും കുറേ കാര്യങ്ങൾ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും പിടിയില്ല. അപ്പോൾ നമ്മൾ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എനിക്കൊന്നൊരാഴ്ചയും കൂടെ എടുക്കും വരാൻ. അതിന് ശേഷമായിരിക്കും പ്രോപ്പർ വീഡിയോ വരുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വെച്ചെങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ രാവിലെ ചായ ഇതുണ്ടോ, എന്നെ ഇന്നലെ ഓറിയോ കടിച്ചു. ഭയങ്കര അടിപൊളി വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിട്ട് വെച്ച് വയ്ക്കുന്ന വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഹലോ. അപ്പോൾ നമ്മുടെ ഇപ്പോഴ് ഈ വീടിൻ്റെ കോലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വേറൊന്നുമല്ല, നമ്മളൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഒരു 10-15 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ നമ്മൾ മാറിയിട്ട്. നമ്മളെ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോ ബോക്സുകൾ തുറക്കുമ്പോഴത്തേക്ക് അതിൽ എന്തൊക്കെ സാധനങ്ങളായിരിക്കുന്നതെന്ന് കറക്റ്റ് അറിയുന്നത്. അപ്പോൾ കൂടുതലും ഡ്രസ്സുകളാണ് കേട്ടോ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നത്. നമുക്ക് ഏതിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ ലേബൽ ചെയ്തിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും മാർക്കെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എന്ന് പിന്നെ വിചാരിച്ച കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹാളൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ വീടൊന്ന് കാണാം. ഇതാണ് കേട്ടോ നമ്മളെ വീട്. ഇപ്പം ഒരു ഭംഗിയുമില്ലാതെ ഒരു കാര്യമില്ലാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ വണ്ടിയൊക്കെ വെച്ച് സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ വാരിയിട്ടേക്കുവാണ് കേട്ടോ. നമ്മളൊന്ന് സെറ്റായി വരാൻ എനിക്കൊന്ന് ഏകദേശം ഒരു മാസമൊക്കെ പിടിക്കും. വേറൊന്നുമില്ല, ഞാനും അവനും, അതായത് ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, അവൻ വർക്കിനും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ശനി ഞായറും ദിവസങ്ങളിൽ അമ്മ വന്ന് ഏകദേശം ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടാണ് പോയത്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ വീടിനെ ആക്കിയിട്ടിരിക്കുന്ന കോലമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും അമ്മ വീണ്ടും വരും. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഓറിയോനും കിവിനെയും അടുത്ത് പോയതാണ് കേട്ടോ. ഓറിയോനെ വെളിയിൽ കെട്ടിയിട്ടേക്കുന്ന വേറൊന്നും കൊണ്ടല്ല, അവളെ പുറത്ത് കൊണ്ടുപോയിട്ട് അവൾ ടോയ്ലറ്റിൽ പോയില്ല, അതുകൊണ്ട് പുറത്ത് കെട്ടിയിട്ടതാണ് കേട്ടോ. കിവിയെ കൂട്ടിലാണ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ നല്ല വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കയറി പോകുന്നുണ്ട് വീട്ടിലോട്ട്. വേറൊന്നുമല്ല, നമുക്ക് ക്ലീൻ ചെയ്യാം എന്നും പറഞ്ഞാണ് കയറി പോകുന്നത്. അങ്ങനെ ക്ലീനിങ് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ടീഷർട്ട് ഇടുമ്പോഴത്തേക്ക് വലിയ ഫീലും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോഴാട്ടോ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ബോറല്ല, ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫീൽ അതിനകത്തുണ്ട് ആ ടീഷർട്ടിൽ എന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹാളൊക്കെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാണ്ടോ. വൃത്തികേടാണെന്ന് വെച്ചാൽ അങ്ങനെ പൊടിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. സാധനങ്ങൾ അവിടെ ആയിട്ട് പറക്കിയിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന സാധനം കിട്ടുന്നിടത്ത് വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ ഹാള് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ രാഹുവിനെ ഒന്ന് വിളിച്ചാലോ. രാഹു രാവിലെ എണീറ്റിട്ട് ഫോണിൽ കളിയാണ്. സംഭവം ഞാൻ ചോദിച്ചത് അവൻ്റെ അടുത്ത് അവൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുമോ, അത് ഞാൻ മടക്കി തരണോ എന്നൊന്നും ചോദിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ അവൻ മടക്കി വയ്ക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ സാധനങ്ങൾ അവൻ മടക്കി അലമാരക്കകത്ത് വെക്കണമെന്ന്. അവൻ ഓന്ന് പറഞ്ഞെങ്കിലും അത് നടന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ തന്നെ വെച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയ ബീൻ ബാഗിൽ നിന്ന് അതിൻ്റെ അടുത്ത് ചെറിയ ബീൻ ബാഗിലോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ വലിയ ഗ്രീൻ ബീൻ ബാഗ് കൊണ്ടുവന്ന് നമ്മൾ റൂമിലിട്ട് കേട്ടോ. നമ്മൾ റൂമിലിപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ കട്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, കട്ടിലും മെത്തേ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് സൈഡിൽ ബീൻ ബാഗും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവച്ചു. പിന്നെ ഡൈനിങ് ഹാളിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ
മാറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ സെക്കൻഡ് റൂമിൽ കയറി കേട്ടോ. ആ റൂം ഫുൾ കുളമായി കിടക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ടാണ് കൊണ്ടുവയ്ക്കാറ്. അതായത് നമുക്ക് അത്യാവശ്യമില്ലാത്തതല്ല, നമ്മൾ എന്ത് ഓപ്പൺ ചെയ്താലും സാധനങ്ങളെല്ലാം ആ റൂമിലോട്ടാണ് കയറ്റാറ്, വലിച്ചു വാരിയിട്ടാറ്. കാരണം നമ്മളിനി ഒന്ന് അടുക്കി പറക്കി സെറ്റ് ചെയ്ത് വരുന്നവരെ ഇങ്ങനെ കിടക്കും എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഓരോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അയ്യോ ഇങ്ങനൊരു സാധനം ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നൊരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനൊക്കെ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പൊടിയടിച്ച് കാര്യങ്ങൾ, നമ്മളത് ശ്രദ്ധിക്കാതെ പൊടിയടിച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി വാഷിംഗ് മെഷീനിലിട്ട് കഴുകാനുണ്ട്. അപ്പോൾ കൂടുതലും കഴുകാനുള്ള തുണിയാണ് കേട്ടോ നമുക്കുള്ളത്. അങ്ങനെ ആ ഡ്രസ്സുകളും ഈ റൂമിനകത്താണ് വച്ചേക്കുന്നത്. അപ്പം ഫുൾ ഒരു അലങ്കോല പണിക്കുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് മുകളിൽ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കബോർഡ് തുറന്ന് മുകളിലോട്ട് വയ്ക്കാണ് കേട്ടോ. പിന്നെ അത് തട്ടി അവിടെ നടക്കണ്ടല്ലോ. അത് ഞാൻ 2 തൊട്ട് രാഹുവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പിന്നെ രാഹു കേൾക്കാത്തതുകൊണ്ട് ഇനിയിപ്പം ഞാൻ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തു. ചെയ്യാമെന്ന് രാഹു പറയുന്നതല്ല, രാഹു മറന്നു പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം മുകളിലൊക്കെ എടുത്തിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്നൊന്നും അറിയാതെ കേട്ടോ ഞാൻ നിൽക്കുന്നത്. കാരണം എന്തോ ഫുള്ളി ഒരു ബ്ലാങ്കാണ് ഞാൻ. കാരണം എങ്ങനെ ഭയങ്കര ഹെക്റ്റിക്കായിട്ട് എല്ലാം കൂടി ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്നതാണ്. ഭയങ്കര ഹെക്റ്റിക് ഫീൽ വരാറുണ്ട്. പിന്നെ ഞാൻ ഇതിന് തലേ ദിവസം, അതായത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഒരു ബോക്സ് കിട്ടിയപ്പോൾ അതിനകത്ത് ഡ്രസ്സ്. അപ്പോൾ ആ ഡ്രസ്സുകളെല്ലാം മടക്കി അവൻ്റെ ഡ്രസ്സുകളെല്ലാം മാറ്റി, എൻ്റെ ഡ്രസ്സുകളെല്ലാം മാറ്റി അവരൊരു അലമാരക്കകത്ത്, ഞാൻ എൻ്റെ അലമാരക്കകത്ത് വെച്ചു. ആ ഒരു സാധനം ഞാൻ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലും വെച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ദോശയ്ക്കുള്ള മാവ് പൊങ്ങി. അങ്ങനെ അത് പൊങ്ങി വരാറൊന്നുമില്ല, ഭയങ്കര പാടാണ് ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു തന്ന ട്രിക്കിൽ ഞാനൊന്ന് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വന്നു കേട്ടോ. ഇഡലിക്കും ദോശയ്ക്കുള്ള മാവ് കറക്റ്റായിട്ട് പൊങ്ങി വന്നു. അപ്പോൾ ഇതൊക്കെ രാഹു എണീറ്റിട്ട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു, പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇഡലി സാമ്പാറും, ഞാൻ ഇഡലിക്ക് കേട്ടോ അരച്ചത്. അപ്പോൾ ഇഡലി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ അതിങ്ങനെ മാവ് പൊങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നമ്മുടെ എൻ്റെ പേരെന്നാ സാമ്പാർ പരിപ്പ് കഴുകി ഒന്ന് കുക്കറിൽ വിസിലേക്കാൻ വെച്ച കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഡലിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. സാധാരണ ഞാൻ ഇഡലി കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും ഓവർ സോഫ്റ്റായി പോവും, ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഒരുമാതിരി ആയിപ്പോവും, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാറില്ല, കല്ല് പോലെ ആയിപ്പോവും. ഇപ്രാവശ്യം ഇഡലി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു സാറേ ഒന്നും പറയാനില്ല, പക്കായിട്ട് കിട്ടി കേട്ടോ. വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ. അതെനിക്ക് ഞാൻ എപ്പോഴും ഇഡലി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇഡലി തട്ടി ഇളവി വരാൻ ഭയങ്കര പാടാണ്. അതായത് ഇഡലി തട്ടി ഇളവി വന്നാലും കുറച്ച് അതിലുണ്ടാവും. ഇപ്രാവശ്യം ഇഡലി ഉണ്ടാക്കി ആവിയേറ്റ് അതിനെടുത്തപ്പോഴത്തേക്ക് എന്താ പറയുക, പൂ പോലെ, എൻ്റെ പൂജയെ പോലെ എന്ന് പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നല്ലോ, ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ, അതുപോലെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വട്ടം വച്ചാൽ മതി കേട്ടോ ഇഡലി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ വെച്ചിന് നാളെ തൊട്ട് ദോശയാക്കാമെന്ന്. ഞാൻ ഒരൊറ്റ ദിവസം ഇഡലി ആക്കാറുള്ളൂ. കാരണം നമ്മൾ ഈ മാവ് അരച്ചതിന് പിറ്റേന്ന് കേട്ടോ ഇഡലി കൂട്ടാൻ എനിക്കിഷ്ടം, അതാ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ ബോക്സ് കൊണ്ടുപോയി, കാരണം ബോക്സിൻ്റെ അടപ്പ് അകത്ത് അടുക്കളയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുപോയി അടച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്ത് വെച്ചു. ഈ ഇഡലിയും സാമ്പാറിൻ്റെ സാധനങ്ങളൊക്കെ ആവുന്ന സമയത്ത് സാമ്പാർ പരിപ്പ് കുക്കായി കെട്ടി. ഇനി വെജിറ്റബിൾസ് അതിനകത്ത് തട്ടി കുറച്ച് ഉപ്പും ഇട്ട് സാമ്പാർ പൊടിയും ഇട്ട് കുക്ക് ചെയ്ത് ഒന്ന് ഒരൊറ്റ വിസിലും കൂടെ കേൾപ്പിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ സാമ്പാർ. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ. നമുക്ക് പെട്ടെന്ന് പണി തീർത്തിട്ട് എവിടെയെങ്കിലും പോകണം, പെട്ടെന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. കുറച്ച് സാമ്പാർ പരിപ്പ് വേവിക്കുക, അത് കുക്കായതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസുകളിടുക, അതിനുശേഷം അതിനകത്ത് കുറച്ച് സാമ്പാർ പൊടി ഇടുക, ഉപ്പിടുക, പിന്നെ നമ്മുടെ കായം
ഇടുക. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡിയാവും ഒരൊറ്റ വിസിലിൽ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇഡലി കുക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ചാൽ അതങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടിയ പോലും സ്വർണ്ണം കൊണ്ട് വന്നാൽ പോലും എനിക്ക് ചിലപ്പോൾ ഇത്രയും ഹാപ്പിനെസ് ആകത്തില്ല കേട്ടോ. അമ്മ അതിന് ഇളകുന്ന സന്തോഷമായി ഞാൻ ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് രാഹു വന്നായിരുന്നു കേട്ടോ അതിൽ. അപ്പോഴത്തേക്ക് ഞാൻ രാഹുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നോക്കടാ ഇഡലി ഇളകി വന്ന് നോക്ക്, പെർഫെക്റ്റ് ഇഡലിയാ, ഇതിൽ ഇഡലി തട്ടിൽ പിടിച്ചേന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇഡലി തട്ടൊക്കെ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അതൊക്കെ അടച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ അവിടെയൊക്കെ. സോറി. അത് കഴിഞ്ഞിട്ട് അവിടെ അത്രയും ഫുൾ തുടച്ച് വൃത്തിയാക്കി നമ്മൾ സാമ്പാർ ആയതിനു ശേഷം നമ്മൾ പോയി കാപ്പി പിടിച്ചു കേട്ടോ. ഇഡലി സാമ്പാർ മാത്രമേ ഉള്ളായിരുന്നു. സാധാരണ ഞാൻ ഇഡലി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇഡലി സാമ്പാറും ചമ്മന്തി ഉണ്ടാവും. നമ്മളിന്ന് കുറച്ച് ഹരിബറി ആയിരുന്നു, ഒരു സൺഡേ ആയിരുന്നു, നമുക്കൊന്ന് പുറത്തൊക്കെ പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം ഷടപടേന്ന് തീർത്തു. അതിനിടയിൽ ഞാൻ കടുവറക്കെടുത്താണ് കേട്ടോ സാമ്പാർ. എണ്ണയും സാമ്പാർ എന്തായിരുന്നു, എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പൊട്ടിക്കുക, മറ്റേ സംഭവം ഉണ്ടല്ലോ ലേഡീസ് ഫിംഗർ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് ചെറിയ ഉള്ളിയിട്ടൊന്ന് വഴറ്റി എടുക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് എണ്ണ ചൂടാക്കി കടു പൊട്ടിച്ചു. അതിന് ശേഷം നമ്മുടെ വറ്റൽമുളക് ഇട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡാക്കിയതിന് ശേഷം കുറച്ച് കായവും കൂടി ഇട്ടൊന്ന് ചൂടാക്കി നമ്മുടെ സാമ്പാറിൻ്റെ മിക്സിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓറിയനും കിവിനെയൊക്കെ ആക്കിയിട്ട് പുറത്തോട്ട് പോവുക കേട്ടോ. കാരണം പിറ്റേ ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അവൻ ഡ്രസ്സ് എടുത്ത് തരാം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയിരുന്നു തോന്നുന്നത്. അപ്പോൾ ശരവടേന്ന് ചോറാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ വീഡിയോ, കുക്ക് ചെയ്യുന്ന വീഡിയോ ആയാലും എവിടെ പോകുന്ന വീഡിയോ ആയാലും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് നടന്നില്ല. ഒരു ഹറിബറിയിലായിപ്പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നപ്പോഴത്തേക്ക് മറന്നുപോയി എന്ന് പറയുന്നതാണ് സത്യം. അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഫുൾ മിസ്സായി കിടക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് ഓട്ടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ. വേറൊന്നും കൊണ്ടല്ല, മേ ബി അന്നോ പിറ്റെന്നോ അമ്മ വന്നു കഴിഞ്ഞാൽ എന്നെ അമ്മ ഓട്ടിച്ചിട്ട് തല്ലും. കാരണം അമ്മ അതിൽ വൃത്തിയാക്കി ഇട്ടിട്ട് പോയ സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറാക്കി, നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി, പയറുത്തോരൻ, മീൻ പൊരിച്ചത്, സാമ്പാർ, അച്ചാർ, ഇങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എക്സാമിന് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പ്രിൻറ്റും കോപ്പിയൊക്കെ എടുക്കണമായിരുന്നു. അതെടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഐസ്ക്രീം മേടിച്ച് കുടിച്ചു. അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വളരെ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. വളരെ കുട്ടി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.